A two-level system of n equal to n1 plus n2 particles is distributed among two eigenstates of energies E1 and E2 respectively. The system is in contact with a heat reservoir at a temperature T. If a simple quantum emission from reservoir occurs, population changes as n2 to n2 minus 1, n1 to n1 plus 1. Then n1 is much greater than 1 and n2 is much greater than 1. What will be the change in entropy? That's the question. അപ്പോൾ ഇവിടെ രണ്ട് എനർജി ലെവൽസുകളെ കൺസിഡർ ചെയ്യാൻ പറഞ്ഞിട്ടുണ്ട്. നമ്മളിവിടെ രണ്ട് എനർജി ലെവൽസുകളെ കൺസിഡർ ചെയ്യുന്നു. ഓക്കെ, E1 ഉം E2, E1 ആൻഡ് E2. ലോവർ ലെവലിൽ നമുക്ക് n1 പാർട്ടിക്കിൾസും അപ്പർ ലെവലിൽ നമുക്ക് n2 പാർട്ടിക്കിൾസിനെ ട്രീറ്റ് ചെയ്യാം. ദെൻ ദിസ് ഈസ് ദ ഇനിഷ്യൽ സിറ്റുവേഷൻ. ഒരു പാർട്ടിക്കിളിൻ്റെ എമിഷൻ നടക്കുന്നു. ഓക്കെ, അതിൻ്റെ ഫലമായിട്ട് ഒരു ഫോട്ടോൺ എനർജി റിലീസായി പോകുന്നു. അപ്പോൾ നമ്പർ ഓഫ് പാർട്ടിക്കിൾസ് എന്ന് പറയുന്നത് n2 മൈനസ് 1 ആകും, n1 പ്ലസ് 1 ആകും. അങ്ങനെയാണെങ്കിൽ ചേഞ്ച് ഇൻ എൻട്രോപ്പി എന്നാകും. അപ്പോൾ ചേഞ്ച് ഇൻ എൻട്രോപ്പി നമുക്ക് ഡെൽറ്റ എസ് ദാറ്റ്സ് ഈക്വൽസ് എസ് ഇനിഷ്യൽ മൈനസ് ചേഞ്ച് എല്ലായ്പ്പോഴും ഫൈനൽ മൈനസ് ഇനിഷ്യൽ എന്നാണ്. എസ് ഫൈനൽ മൈനസ് എസ് ഇനിഷ്യൽ എന്ന് റെപ്രസെൻറ്റ് ചെയ്യാം. ഓക്കെ, ദാറ്റ്സ് ഈക്വൽസ് കെ ലോഗ് ഒമേഗ എന്നാണ്. നമ്മൾ ഒമേഗ കാൽക്കുലേറ്റ് ചെയ്യുന്നത് ഒമേഗ ഈക്വൽസ് എൻ ഫാക്ടോറിയൽ ബൈ പൈ എൻ ഐ ഫാക്ടോറിയൽ എന്നാണ് നമ്മൾ ചെയ്തത്. എൻ ഐ ഫാക്ടോറിയൽ അതിനെ ബേസ് ചെയ്തിട്ട് എനിക്ക് ഫൈനൽ എൻട്രോപ്പിയിലെ കേസിൽ എനിക്ക് എൻട്രോപ്പി എന്ന് പറയുന്നത് കെ ലോഗ് ഒമേഗ എന്ന് പറയുമ്പോൾ ടോട്ടൽ നമ്പർ ഓഫ് പാർട്ടിക്കിൾ ഈസ് എൻ. സോ ഇറ്റ് ഈസ് എൻ ഫാക്ടോറിയൽ ബൈ നൗ പൈ എൻ ഐ ഫാക്ടോറിയൽ. എൻ ഐ മീൻസ് ഓരോ എനർജി ലെവൽസിൽ നമ്പർ ഓഫ് പാർട്ടിക്കിൾസ് ആണ്. അപ്പോൾ n1 പ്ലസ് 1 ഫാക്ടോറിയൽ into n2 minus 1 factorial. Okay, this is the final entropy minus initial entropy നോക്കുകയാണെങ്കിൽ k into log n factorial by n1 factorial into n2 factorial എഴുതാം. ഓക്കെ, സോ k കോമൺ ആയിട്ട് എടുക്കുകയാണെങ്കിൽ k ഇൻറ്റു ലോഗ് എ മൈനസ് ലോഗ് ബി എന്ന് വരും. അപ്പോൾ ലോഗ് എ ബൈ ബി എന്ന് എഴുതാം. സോ ലോഗ് എ ബൈ ബി മീൻസ് ഇറ്റ് ഈസ് ലോഗ് എൻ ഫാക്ടോറിയൽ ബൈ n1 പ്ലസ് 1 ഫാക്ടോറിയൽ ഇൻറ്റു n2 മൈനസ് 1 ഫാക്ടോറിയൽ. ഇനി രണ്ടാമത്തെ ടൈമിൻ്റെ റെസിപ്രോക്കൽ കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്താൽ മതിയാവും. n1 ഫാക്ടോറിയൽ n2 ഫാക്ടോറിയൽ ബൈ n ഫാക്ടോറിയൽ. ഓക്കെ, സോ ഇവിടെ n ഫാക്ടോറിയൽ ക്യാൻസൽ ചെയ്ത് പോകും. ഓക്കെ, സോ n ഫാക്ടോറിയൽ ഗെറ്റ് ക്യാൻസൽ. ഇവിടെ ഒരു n1 പ്ലസ് 1 ഫാക്ടോറിയലുണ്ട്, ഇവിടെ ഒരു n ഫാക്ടോറിയൽ ഉണ്ട്. സോ n1 ഫാക്ടോറിയലും n1 പ്ലസ് 1 ഫാക്ടോറിയൽ പോയിട്ട് അടിയിൽ ഒരു n1 പ്ലസ് 1 വരും. ഇവിടെ n2 ഫാക്ടോറിയൽ, ഇവിടെ n2 മൈനസ് 1 ഫാക്ടോറിയൽ. n2 മൈനസ് 1 ഫാക്ടോറിയൽ വരെ ക്യാൻസൽ ചെയ്ത് പോയിട്ട് ഇവിടെ ഒരു n2 വരും. അപ്പോൾ നമുക്ക് ഇങ്ങനെ കിട്ടും, ദിസ് ഈക്വൽസ് ന്യൂമറേറ്ററിലാണെങ്കിൽ ഒരു n2 k ഇൻറ്റു ലോഗ് ന്യൂമറേറ്ററിൽ ഒരു n2 ബൈ ഡിനോമിനേറ്ററിലാണെങ്കിൽ ഒരു n1 പ്ലസ് 1. ഓക്കെ, ഇനി ഇവിടെ ഒരു അപ്രോക്സിമേഷൻ യൂസ് ചെയ്യുന്നുണ്ട്. n1 ഈസ് മച്ച് ഗ്രേറ്റർ ദാൻ 1 ആൻഡ് n2 ഈസ് മച്ച് ഗ്രേറ്റർ ദാൻ 1. സോ ദിസ് ഇസ് നിയർലി ഈക്വൽസ്. നമുക്ക് ഇങ്ങനെ കൺക്ലൂഡ് ചെയ്യാം, ദിസ് ഈസ് k log n2 by n1.
it is scale of N2 by N1, that is final entropy minus initial entropy, change in entropy. ഇങ്ങനെയാണ് നമുക്കത് ആൻസർ ചെയ്യാൻ പറ്റും. ഓക്കെ, ഞാൻ മറ്റൊരു ക്വസ്റ്റ്യനിലേക്ക് പോകുന്നു. Okay, go for question number 17. Question number 17. Okay, your comment please. Your answers please. Okay, see, a monoatomic crystalline solid comprises of n atoms, out of which n atoms, small n atoms, are in the interstitial positions. If the available interstitial positions are n prime, number of possible microstates. That's the question. So, we will crystalline lattice consider. There is crystalline lattice. Ordered distribution of atoms or ions. That's actually crystalline solids. We crystalline solids consider. Okay, see the vertex and lattice point treat. Okay, so n atoms n atoms definitely there will be n lattice points. Okay, n atoms are there, which means there are n lattice points. The lattice points available interstitial sites there are n prime interstitial sites are there. Okay, small n atoms lattice points lattice site small n atoms shift interstitial site like entropy the question. Okay, so n atoms small n atoms interstitial sites like atoms interstitial site like atoms interstitial sites like small number of atoms the number of ways for choosing n atoms out of n. Capital N atoms capital N atoms small n atoms choose number of ways. Omega 1 omega n factorial divided by small n factorial into n minus n factorial.
ഇനി സ്മോൾ n എണ്ണത്തിനെ ചൂസ് ചെയ്തു. അതിനെ നമുക്ക് മൊത്തത്തിൽ ക്യാപിറ്റൽ N പ്രൈം ഇന്റർസ്റ്റീഷ്യൽ സൈറ്റ്സുകൾ ഉണ്ടായിരുന്നു. അതിൽ എവിടേക്കാണ് ഡിസ്ട്രിബ്യൂട്ട് ചെയ്തിരിക്കുന്നത്, എവിടെയൊക്കെ ഡിസ്ട്രിബ്യൂട്ട് ചെയ്തിരിക്കുന്നു എന്ന് പറഞ്ഞിട്ടില്ല. അതുകൊണ്ട് തന്നെ അടുത്ത പോയിട്ട് നമുക്ക് അങ്ങനെ എഴുതാം. ദി നമ്പർ ഓഫ് വേസ് ഓഫ് distributing small n into n prime interstitial size. അതിന് എനിക്ക് ω2 എന്ന് പറയാം. ω2. In the same way I can write ω2 as n prime factorial divided by n factorial into n prime minus n factorial. So number of ways of distributing small n into n prime size, ω2 equals n prime factorial by n factorial into n factorial minus n factorial. അപ്പോൾ ഈ നമ്പർ ഓഫ് വേസ് ഓഫ് ചൂസിങ്ങിൻ്റെയും നമ്പർ ഓഫ് വേസ് ഓഫ് ഡിസ്ട്രിബ്യൂഷൻ കൂടിയുള്ള ഒരു ടോട്ടൽ പോസിബിലിറ്റി നോക്കുകയാണെങ്കിൽ ഡെഫിനറ്റ്ലി ഇറ്റ് വിൽ ബി പ്രോഡക്റ്റ്. സോ നമ്പർ ഓഫ് പോസിബിൾ മൈക്രോസ്റ്റേറ്റ്സ് എന്ന് പറയുന്നത് അപ്പോൾ ഒമേഗ ഈക്വൽസ് ഒമേഗ ടോട്ടൽ എന്ന് പറയാം. ദാറ്റ്സ് ഈക്വൽസ് ω1 into ω2. ω1 is number of ways of choosing small n out of capital N. അടുത്തത് number of ways of distributing small n into n prime. അപ്പോൾ അത് അവയുടെ പ്രൊഡക്റ്റ് ആയിട്ടായിരിക്കും ടോട്ടൽ നമ്പർ ഓഫ് പോസിബിലിറ്റീസ് വരിക. സോ നമുക്കിവിടെ ചൂസ് ചെയ്യാൻ പറ്റുന്ന ആൻസർ ഓപ്ഷൻ ഡി ആണ്. ഓക്കെ, ഞാൻ അടുത്ത ക്വസ്റ്റ്യനിലേക്ക് പോവാണ്. ഇത് നമ്മൾ ഓൾറെഡി ആൻസർ ചെയ്തു, റൈറ്റ്? Okay, 21. Find your answer, please. 21. ഓക്കെ, നിങ്ങളിങ്ങനെയാണോ ആലോചിച്ചെന്ന് നോക്കിയാൽ, കൺസിഡർ എ വൺ ഡയമെൻഷണൽ ചെയിൻ കൺസിസ്റ്റിംഗ് ഓഫ് n much greater than 1 segments as illustrated below. Let the length of each segment be a when it is along the dimension of the segment, when the long dimension of the segment is parallel to the chain, and 0 when the segment is vertical. Each segment has two sides, a horizontal direction and a vertical direction.
and each of these sides is non-degenerate. The distance between the chain is nx, entropy of the chain. ഇതാണ് ക്വസ്റ്റ്യൻ. അപ്പോൾ നിങ്ങൾ ഓർമ്മിക്കുക, ദീസ് ആർ വൺ ഡയമെൻഷണൽ റോഡ്. അപ്പോൾ ഇവർ രണ്ട് പോസിബിലിറ്റീസ് മാത്രമാണ് പറയുന്നത്. ഒന്ന്, റോഡിൻ്റെ ലെങ്ത് വൈസുള്ള അലൈൻമെൻറ്റും, രണ്ട് പെർപെൻഡിക്കുലർ ആയിട്ടുള്ള അലൈൻമെൻറ്റും. റിമെമ്പർ, ഇത് വൺ ഡയമെൻഷണൽ റോഡാണ്. വൺ ഡയമെൻഷണൽ റോഡ് ആയതുകൊണ്ട് തന്നെ പാരലായിട്ട് ഓറിയൻറ്റ് ചെയ്യുമ്പോൾ മാത്രമേ ലെങ്തിന് കോൺട്രിബ്യൂട്ട് ചെയ്യുള്ളൂ. പെർപെൻഡിക്കുലറായിട്ട് ഓറിയൻറ്റ് ചെയ്യുമ്പോൾ ലെങ്തിന് കോൺട്രിബ്യൂട്ട് ചെയ്യില്ല. അപ്പോൾ ഈ വൺ ഡയമെൻഷണൽ റോഡുകളുടെ അലൈൻമെൻറ്റുമായിട്ട് ബന്ധപ്പെട്ട് പല ടൈപ്പ് ക്വസ്റ്റ്യൻസ് ഈ സ്റ്റാറ്റിസ്റ്റിക്കൽ മെക്കാനിക്സിൽ മുന്നോട്ട് പോകുമ്പോഴും നിങ്ങൾ കാണും. അപ്പോൾ അത്തരം ക്വസ്റ്റ്യൻസ് വരുമ്പോൾ നിങ്ങൾ ശ്രദ്ധിക്കേണ്ട ഒരു പോയിന്റ് ഇതാണ്. ഓക്കെ, വൺ ഡയമെൻഷണൽ റോഡുകളാണെങ്കിൽ ലെങ്ത് വൈസ് അലൈൻമെൻറ്റ് മാത്രമേ ലെങ്തിന് കോൺട്രിബ്യൂട്ട്, ടോട്ടൽ ലെങ്തിന് കോൺട്രിബ്യൂട്ട് ചെയ്യുള്ളൂ. പെർപെൻഡിക്കുലർ അലൈൻമെൻറ്റുകൾ ലെങ്തിന് കോൺട്രിബ്യൂട്ട് ചെയ്യില്ല. ഓക്കെ, അത്തരം റോഡുകൾ ലെങ്തിന് കോൺട്രിബ്യൂട്ട് ചെയ്യില്ല, ടോട്ടൽ ലെങ്തിന്. ഓക്കെ, അപ്പോൾ ആ ഒരു പോയിന്റ് മനസ്സിൽ വേണം. അപ്പോൾ ഇപ്പോൾ ഇവിടെ ഇങ്ങനെ പറയുന്നു, there are small n number of roads, each road has a length a, okay, and the total length of the road is nx. Find the entropy of the system as a function of x. See, nx റോഡുകൾ അലൈൻഡ് ആണ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, nx ആണ് ടോട്ടൽ ലെങ്ത് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, നമ്പർ ഓഫ് റോഡ്സ് അലൈൻഡ് പാരലൽ എന്ന് പറയുന്നത്, നമ്പർ ഓഫ് റോഡ്സ് അലൈൻഡ് പാരലൽ ടു ദി ലെങ്ത്, അതാണ് ഉദ്ദേശിക്കുന്നത്. പാരലൽ എന്ന് പറയുന്നത് ആക്ച്വലി nx/a. ടോട്ടൽ ലെങ്ത് nx ആണ്, ഒരു റോഡിൻ്റെ ലെങ്ത് a ആണ്. അങ്ങനെയാണെങ്കിൽ എത്ര റോഡുകൾ പാരലായിട്ട് ലെങ്ത് വൈസ് അലൈൻഡ് ആയിട്ടുണ്ടാവും എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഇറ്റ് ഈസ് nx/a. ബാക്കി എത്ര റോഡുകൾ ഉണ്ടാകും? അത് n-nx/a. അവ മുഴുവനും വെർട്ടിക്കലായിട്ടായിരിക്കും അലൈൻഡ് ആയിരിക്കുന്നത്. ബേസ്ഡ് ഓൺ ദാറ്റ് ഇവിടെ ആകെ രണ്ട് അലൈൻമെൻറ്റേ ഉള്ളൂ. അതുകൊണ്ട് തന്നെ ഒരു 2 ലെവൽ സിസ്റ്റമാണ്. ഐ ക്യാൻ റൈറ്റ് s ഈക്വൽസ് k log n factorial divided by nx/a factorial into n minus nx/a factorial. മനസ്സിലാവുമെന്ന് പ്രതീക്ഷിക്കുന്നു. ഓക്കെ, അത്രയേ ഉള്ളൂ ഈ ഒരു കേസ്. സോ എസ് ഈക്വൽ ടു n factorial divided by nx/a factorial and n minus nx/a factorial. Number of roads aligned lengthwise and a number of roads which are vertical to the total length. ഈ രണ്ടെണ്ണം എത്രയാണെന്നുള്ളത് നമുക്ക് ഈസി ആയിട്ട് മനസ്സിലാക്കാൻ പറ്റും. ബേസ്ഡ് ഓൺ ദാറ്റ് ഐ ക്യാൻ റൈറ്റ് ദി എൻട്രോപ്പി. ഐ തിങ്ക് ഇറ്റ് ഈസ് ക്ലിയർ. Yes. It's clear, sir. Clear. Okay, moving to another question. ഇത് ഞാൻ കഴിഞ്ഞ ദിവസത്തെ എക്സാമിനിട്ട ക്വസ്റ്റ്യൻ ആണ്. Your answer please.
Your answer, please. See, ഇതൊരു 2 ലെവൽ സിസ്റ്റവുമായിട്ട് ബന്ധപ്പെട്ട ഒരു ക്വസ്റ്റ്യൻ ആണ്. 2 എനർജി ലെവൽ 0 ആൻഡ് എപ്സിലോൺ, 0 ആൻഡ് എപ്സിലോൺ, 2 എനർജി ലെവൽസ്. അതിലൊരു കാര്യം പറയുന്നുണ്ട്, എപ്സിലോൺ ഈസ് ഡബിളി ഡീജനറേറ്റ്. അപ്പോൾ എപ്സിലോൺ ഡബിളി ഡീജനറേറ്റ്. ഓക്കെ, ദി എനർജി വാല്യൂസ് ആർ 0 ആൻഡ് എപ്സിലോൺ. ഓക്കെ, are distributed by distinguishable particles. Okay, then let U be the total energy of the system for very large values of capital N. The entropy of the system is K into N log E N minus U by E log N minus U by E plus X. Then what is the value of X? That's a question. What is the value of X? Okay, see, there are n particles. There are n particles which are distributed in the system. Then they are distinguishable particles. Total energy of the system is U. So total energy എന്ന് പറയുന്നത് U ആണ്. അതാണ് അവർ മെൻഷൻ ചെയ്തിരിക്കുന്ന പോയിന്റ്. അപ്പോൾ ഡെഫിനറ്റ്ലി ഇവിടെ കുറേ പാർട്ടിക്കിൾസ് ഡിസ്ട്രിബ്യൂട്ട് ചെയ്തിട്ടുണ്ടാകും, ഇവിടെ കുറേ പാർട്ടിക്കിൾസ്. ഇത് ഡീജനറേറ്റ് ആണ്, 2 എനർജി ലെവൽസിലും എപ്സിലോൺ തന്നെയാണ് എനർജി. അപ്പോൾ ഇവിടുത്തെ ടോട്ടൽ എനർജി എന്ന് പറയുന്നത് യു ആണ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, ഐ എം റൈറ്റിംഗ്, സപ്പോസ് ഇഫ് ദർ ആർ സ്മോൾ നമ്പർ ഓഫ് പാർട്ടിക്കിൾസ് ആർ ഡിസ്ട്രിബ്യൂട്ടഡ് ഇൻ ദി എനർജി ലെവൽ എപ്സിലോൺ, then definitely total energy can be written as n epsilon. ഓക്കെ, അങ്ങനെയാണെങ്കിൽ സ്മോൾ എന്നിൻ്റെ വാല്യൂ എന്ന് പറയുന്നത് സ്മോൾ എൻ ഈക്വൽസ് യു ബൈ എപ്സിലോൺ ആണെന്ന്. സ്മോൾ എൻ ഈക്വൽസ് യു ബൈ എപ്സിലോൺ. അപ്പോൾ എപ്സിലോൺ എന്ന് പറയുന്ന എനർജി ലെവലിൽ എത്ര പാർട്ടിക്കിൾസിനെ ഡിസ്ട്രിബ്യൂട്ട് ചെയ്തിട്ടുണ്ടെന്ന് വെച്ചാൽ ഇറ്റ് ഈസ് സ്മോൾ എൻ ആൻഡ് ഇറ്റ്സ് വാല്യൂ ഈസ് യു ബൈ എപ്സിലോൺ. സ്വാഭാവികമായിട്ടും താഴെ എത്ര പാർട്ടിക്കിൾസ് ഉണ്ടെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ എൻ മൈനസ് യു ബൈ എപ്സിലോൺ, അത്രയും പാർട്ടിക്കിൾസ് ആയിരിക്കും ഇവിടെ ഡിസ്ട്രിബ്യൂട്ട് ചെയ്തിട്ടുണ്ടാവുക. റൈറ്റ്, എൻ മൈനസ് എൻ, മുകളിൽ സ്മോൾ എൻ, അപ്പോൾ എൻ മൈനസ് എൻ, എൻ മൈനസ് യു ബൈ എപ്സിലോൺ, അത്രയും പാർട്ടിക്കിൾസ് ആയിരിക്കും ഡിസ്ട്രിബ്യൂട്ട് ചെയ്തിട്ടുണ്ടാവുക. ആൻഡ് വൺസ് അഗെയിൻ നിങ്ങൾ മുകളിലത്തെ 2 എനർജി ലെവൽസുകൾ നോക്കുകയാണെങ്കിൽ ആ 2 എനർജി ലെവൽസുകൾ ഡീജനറേറ്റ് എനർജി ലെവൽസുകളാണ്. ആ ഡീജനറേറ്റ് എനർജി ലെവൽസുകൾ ഈക്വലി പ്രോബബിൾ ആണ്. ഈക്വൽ അപ്രൈറി പ്രോബബിലിറ്റി എന്ന് പറയുന്ന സ്റ്റേറ്റ്മെൻറ്റ് യൂസ് ചെയ്ത് കഴിഞ്ഞാൽ ആ ഡീജനറേറ്റ് ലെവൽസുകൾ ഈക്വലി പ്രോബബിൾ ആണ്. അതുകൊണ്ട് തന്നെ ഡീജനറേറ്റ് ലെവൽസുകൾ ഈക്വലി പ്രോബബിൾ ആകുന്നത് കൊണ്ട് തന്നെ ഇവിടെ യു ബൈ 2 എപ്സിലോൺ പാർട്ടിക്കിൾസും ഇവിടെ യു ബൈ 2 എപ്സിലോൺ പാർട്ടിക്കിൾസും ആയിരിക്കും ഉണ്ടാവും. ഓക്കെ, അപ്പം നമ്മൾ എല്ലാവരെയും കൺസിഡർ ചെയ്തു. എല്ലാ എനർജി ലെവൽസുമായിട്ട് ബന്ധപ്പെട്ട പാർട്ടിക്കിൾ ഡിസ്ട്രിബ്യൂഷൻ ഇപ്പോൾ നമുക്കറിയാം. ദെൻ സിംപ്ലി ഐ ക്യാൻ റൈറ്റ് എസ് ഈക്വൽസ് കെ ലോഗ് ഒമേഗ, ഇറ്റ് ഈസ് എൻ ഫാക്ടോറിയൽ ഡിവൈഡഡ് ബൈ എൻ മൈനസ് യു ബൈ എപ്സിലോൺ ഫാക്ടോറിയൽ ഇൻറ്റു യു ബൈ 2 എപ്സിലോൺ ഫാക്ടോറിയൽ അതിൻ്റെ സ്ക്വയർ. കാരണം അത് 2 പ്രാവശ്യം റിപ്പീറ്റ് ചെയ്യും. യു ബൈ 2 എപ്സിലോൺ ഫാക്ടോറിയൽ 2 പ്രാവശ്യം റിപ്പീറ്റ് ചെയ്യും. ഓക്കെ, അത്ര തന്നെയുള്ളൂ. ഇനി നിങ്ങൾ സ്റ്റെർലിംഗ്സ് അപ്രോക്സിമേഷൻ യൂസ് ചെയ്താൽ മതിയാവും. സോ ഐ ക്യാൻ റൈറ്റ് ഇറ്റ് ഈസ് എസ് ഈക്വൽസ് യൂസ് സ്റ്റെർലിംഗ്സ് അപ്രോക്സിമേഷൻ. ആദ്യം ലോഗരിതമിക് റൂൾ യൂസ് ചെയ്യുക. എസ് ഈക്വൽ ടു കെ ലോഗ് n logarithmic relation log n factorial minus log n minus u by epsilon factorial minus 2 times log u by 2 epsilon factorial. Okay, in Stirling's approximation use here k into n log n minus n minus u by epsilon log u by epsilon, sorry, log n minus u by epsilon minus the plus ആകും n minus u by epsilon, okay, minus 2 times
log u by 2 epsilon factor എന്നാണ്. അപ്പോൾ 2 times u by 2 epsilon log u by 2 epsilon plus u 2 times log u by 2 epsilon. Okay. So ഇവിടുത്തെ ഈ 2ഉം 2 കൂടെ ക്യാൻസൽ ചെയ്യും. ഇവിടുത്തെ അവസാനത്തിൽ തെറ്റിപ്പോയി, n log n മൈനസ് n എന്നാണ്. അപ്പോൾ അവിടെ u by 2 epsilon അത്രയും. ഓക്കെ, എനിവേ ഈ 2ഉം 2ഉം കൂടെ ഇവിടെ ക്യാൻസൽ ചെയ്തു. ഓക്കെ, ദെൻ ഇവിടെ ഒരു മൈനസ് n ഉണ്ട്, ഇവിടുത്തെ പ്ലസ് n ആയിട്ട് ക്യാൻസൽ ചെയ്തു. ഇവിടെ ഒരു മൈനസ് u by epsilon ഉണ്ട്, ഇവിടുത്തെ പ്ലസ് u by epsilon ആയിട്ട് ക്യാൻസൽ ചെയ്തു. Then this is our final answer. S equals k into n log n minus n minus u by epsilon log n minus u by epsilon minus u by epsilon log u by 2 epsilon. ഓക്കെ, സോ ഇതാണ് നമുക്ക് എൻട്രോപ്പി ആയിട്ട് കിട്ടുന്നത്. അപ്പോൾ എൻട്രോപ്പിയുടെ എക്സ്പ്രഷനിൽ k ഇൻറ്റു n log n നമുക്കത് വന്നിട്ടുണ്ട്. n മൈനസ് യു ബൈ എപ്സിലോൺ ലോഗ് n മൈനസ് യു ബൈ എപ്സിലോൺ അത് വന്നിട്ടുണ്ട്. മൈനസ് അല്ല പ്ലസ് എക്സ് ആണ്, ആ ടേമാണ് മൂന്നാമത്തെ ടേം. മൈനസ് യു ബൈ എപ്സിലോൺ ലോഗ് യു ബൈ 2 എപ്സിലോൺ. ഓക്കെ, അപ്പോൾ ഓപ്ഷൻ എ ആണ് നമ്മൾ ഇവിടുത്തെ ഒരു പോസിബിൾ ആയിട്ടുള്ള ആൻസർ. മനസ്സിലാവുമെന്ന് പ്രതീക്ഷിക്കുന്നു. Okay, moving to another question. Please find your answer. Your answer, please. Your answer, please. See, consider two systems A and B having two distinguishable particles. In both systems, each particle can exist in two states, in the states with the energies 0, 1, 2, 3 units with equal probability. The total energy of the combined system is 5 units. A and B യുടെ total energy എന്ന് പറയുന്നത് അത് 5 units ആണ്. Okay. Then assuming that the system A has energy 3 units and B has energy 2 units. അപ്പോൾ എയുമായിട്ട് അസോസിയേറ്റ് ചെയ്ത് 3 യൂണിറ്റ് എനർജിയും ബിയുമായിട്ട് അസോസിയേറ്റ് ചെയ്ത് 2 യൂണിറ്റ് എനർജിയാണ്. അങ്ങനെയാണ് മൊത്തം 5 യൂണിറ്റ്സ് ട്രീറ്റ് ചെയ്തിരിക്കുന്നത്. ഓക്കെ, ദെൻ ദ എൻട്രോപ്പി ഓഫ് ദ കമ്പൈൻഡ് സിസ്റ്റം ഈസ് കെ ലോഗ് ലാംഡ. വാല്യൂ ഓഫ് ലാംഡ എന്താണെന്നുള്ളതാണ്. രണ്ടുപേരുടെ എനർജി ലെവൽസ് സെയിം ആണ്, 0, 1, 2 എക്സെട്ര. ഓക്കെ,
0 1 2 3 0 1 2 3 ഇങ്ങനെയാണ്. അപ്പോൾ സിസ്റ്റം എയെ സംബന്ധിച്ച് ഞാൻ ഒമേഗ ഓഫ് എ കണ്ടുപിടിക്കുകയാണെങ്കിൽ രണ്ട് പാർട്ടിക്കിൾസ് വീതമാണുള്ളതെന്ന് മെൻഷൻ ചെയ്തിട്ടുണ്ട്. അപ്പോൾ 3 യൂണിറ്റ് എനർജിയാണ് കിട്ടേണ്ടതെങ്കിൽ നമുക്ക് എയെ സംബന്ധിച്ച് ഒരു പാർട്ടിക്കിളിനെ ഇവിടെ വയ്ക്കാം, ഒരു പാർട്ടിക്കിളിനെ ഇവിടെ വയ്ക്കാം, റൈറ്റ്? ആകെ 2 പാർട്ടിക്കിളേ ഉള്ളൂ, ഡിസ്റ്റിങ്വിഷബിൾ പാർട്ടിക്കിൾസ് ആണ്. അപ്പോൾ തൽക്കാലം ഞാൻ എയും ബിയും എന്ന് എടുക്കുകയാണെങ്കിൽ ഇതൊരു പോസിബിലിറ്റിയാണ്. 0-ൽ എയും ബി 3 യൂണിറ്റിൽ നമ്മൾ ബിയും വയ്ക്കുന്നു. അപ്പോൾ നമുക്ക് കിട്ടുന്ന എനർജി 3 ആണ്. ഇനി അതുപോലെ ഇവിടെ ബിയും ഇവിടെ എയും വയ്ക്കാം, ബിക്കോസ് ദേ ആർ ഡിസ്റ്റിങ്വിഷബിൾ പാർട്ടിക്കിൾസ്. അടുത്തൊരു പോസിബിലിറ്റി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ 2-ലും 1-ലും വെക്കാം. അപ്പോൾ ഇവിടെ ഒരു പാർട്ടിക്കിളിനെ വയ്ക്കാം, എയും ഇവിടെ ബിയും, അതുപോലെ ഇവിടെ ബിയും ഇവിടെ എയും വയ്ക്കാം. അങ്ങനെ നോക്കണമെങ്കിൽ 4 പോസിബിലിറ്റീസ് ആണ് നമുക്കിവിടെ ചൂസ് ചെയ്യാൻ കിട്ടുന്നത്, റൈറ്റ്? ഇത്തരത്തിൽ 4 പോസിബിലിറ്റീസ്. അപ്പോൾ ഒമേഗയുമായിട്ട് സിസ്റ്റം എയുമായിട്ട് അസോസിയേറ്റ് ചെയ്ത് ടോട്ടൽ എനർജി 3 എപ്സിലോൺ കിട്ടുന്ന 4 പോസിബിലിറ്റീസ് ഉണ്ട്. സെയിം വേ 3 എനർജി ലെവൽസ് 0 1 2 3 ഓക്കെ, യൂണിറ്റ്സ് ഓഫ് എനർജി 3. അടുത്ത സിസ്റ്റം ബിയുമായിട്ട് ബന്ധപ്പെട്ട് ടോട്ടൽ എനർജി 2 ആണ്. അപ്പോൾ ടോട്ടൽ എനർജി 2 ആവുന്ന രീതിയിൽ എങ്ങനെയൊക്കെ നമുക്ക് വെക്കാൻ പറ്റുമെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഇവിടെ എ വയ്ക്കുക, ഇവിടെ ബി വയ്ക്കുക, തിരിച്ചും വയ്ക്കും. ദിസ് ഈസ് എ പോസിബിൾ സ്റ്റേറ്റ്. അടുത്തതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇവിടെ ബിയും ഇവിടെ എയും നോക്കി കഴിഞ്ഞാൽ അതിൻ്റെ എനർജി 2 എപ്സിലോൺ തന്നെയാണ്. ഇനി 2 എപ്സിലോൺ കിട്ടാനുള്ള ഒരു പോസിബിലിറ്റി എന്ന് പറഞ്ഞാൽ എയും ബിയും കൂടെ ഇവിടെ വെക്കുക എന്നുള്ളതാണ്. 2 പാർട്ടിക്കിളിനെ കൂടെ 1 യൂണിറ്റിൽ വയ്ക്കുക എന്നുള്ളതാണ്. ദിസ് ഈസ് അനദർ സ്റ്റേറ്റ്. അങ്ങനെ 3 പോസിബിലിറ്റിയാണ് ഇവിടെ ഒമേഗ ബി, 3 പോസിബിലിറ്റി. അപ്പോൾ കമ്പൈൻഡ് സിസ്റ്റത്തിൻ്റെ പ്രോബബിലിറ്റി നോക്കുമ്പോൾ ഒമേഗ എ ഒമേഗ ബി പ്രൊഡക്റ്റ് ആയിരിക്കുന്നില്ല. ടോട്ടൽ നമ്പർ ഓഫ് പോസിബിലിറ്റീസ് എന്ന് പറയുന്നത് അപ്പോൾ പ്രൊഡക്റ്റ് ആയിരിക്കും. ഇത് ഞാൻ ആദ്യത്തെ ക്ലാസ്സിലൊക്കെ പ്രോബ്ലം ചെയ്യുന്ന ക്ലാസ്സിൽ ഞാൻ ഡിസ്കസ് ചെയ്തിട്ടുണ്ട്. അപ്പോൾ ഒമേഗ എ ഇൻറ്റു ഒമേഗ ബി എന്നാണ് വരിക. അപ്പോൾ 4 × 3 12 ആണ്, റൈറ്റ്? ഈസ് ഇറ്റ് ക്ലിയർ? ദി ആൻസർ ഈസ് റൈറ്റ്. Yes, sir. Moving to another question. Please find your answer. Okay, your answer please. എന്താണ് ബാക്കിയുള്ളവരും കമന്റ് ചെയ്യുന്നില്ലല്ലോ ആൻസേഴ്സ്? പ്ലീസ് കമന്റ് യുവർ ആൻസേഴ്സ്.
നമുക്കൊന്നും കിട്ടിയില്ല. Okay. Consider 6 identical non-interacting spin half atoms. ഇപ്പോൾ സ്പിൻ ഹാഫ് ആണ്, അത് 2-level സിസ്റ്റത്തിൻ്റെ ഒരു ഇൻഡിക്കേഷൻ ആണ്. സ്പിൻ ഹാഫ് ആറ്റംസ് അറേഞ്ച്ഡ് ഓൺ എ ക്രിസ്റ്റൽ ലാറ്റിസ് അറ്റ് അബ്സല്യൂട്ട് ടെമ്പറേച്ചർ T. ഓക്കെ, 6 ആറ്റംസ് ആണുള്ളത്. ക്രിസ്റ്റൽ ലാറ്റിസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അത് ഡിസ്റ്റിങ്വിഷബിൾ എന്നൊരു സെൻസിലാണ്. ഓക്കെ, ലാറ്റിസ് പോയിന്റ്സുകൾ നമുക്ക് പൊസിഷൻ വെക്ടർ ഉപയോഗിച്ച് ഫിക്സ് ചെയ്യാൻ പറ്റും. അപ്പോൾ പാർട്ടിക്കിൾസുകൾ ഡിസ്റ്റിങ്വിഷബിൾ ആകും. ആ ഒരു രീതിക്കാണ് അതൊരു ക്രിസ്റ്റൽ എന്ന് ഉദ്ദേശിച്ചത്. Z component of the magnetic moment of each of these atoms can be plus or minus mu b. ഓക്കെ, അതായത് സ്പിൻ മാഗ്നറ്റിക് മൊമെന്റിന്റെ പ്രൊജക്ഷൻ എന്ന് പറയുന്നത് Z കമ്പോണന്റ് പ്ലസ് ഓർ മൈനസ് mu b ആണ്. രണ്ട് പോസിബിൾ പ്രൊജക്ഷൻസ് ആണ്. ആൻഡ് ഇഫ് p and q are the probabilities of net magnetic moment of the solid being 2 mu b and 6 mu b respectively, what is the value of p by q എന്നുള്ളതാണ്. ഓക്കെ, സോ ഇവിടെ സ്പിൻ പ്രൊജക്ഷൻസിന് രണ്ട് പോസിബിലിറ്റീസ് ആണ് ഡിസ്കസ് ചെയ്തിരിക്കുന്നത്, മൈനസ് mu bയും പ്ലസ് mu b, റൈറ്റ്? സ്പിൻ പ്രൊജക്ഷൻ മീൻസ് സ്പിൻ മാഗ്നറ്റിക് മൊമെന്റിന്റെ പ്രൊജക്ഷൻസ് മൈനസ് mu b ആൻഡ് പ്ലസ് mu b. അതിൽ p and q are the probabilities of the net magnetic moment 2 mu b, okay, and q be the probability of 6 mu b. ഓക്കെ, അപ്പോൾ നമുക്ക് ഇങ്ങനെ ചെയ്ത് നോക്കാം. അതായത് the number of ways of the possible ways of obtaining 2 mu b. അപ്പോൾ ഞാൻ ഇങ്ങനെ എഴുതുന്നു, ഒമേഗ ഓഫ് 2 mu b. ഇതാണ് ടോട്ടൽ മാഗ്നറ്റിക് മൊമെന്റ് കിട്ടുന്നതെങ്കിൽ അതിൻ്റെ പോസിബിലിറ്റീസിൻ്റെ പ്രൊപ്പോർഷണലായിരിക്കും പ്രോബബിലിറ്റീസ് വരിക. ഓക്കെ, അപ്പോൾ ഒമേഗ ഓഫ് 2 mu b എത്രയായിരിക്കും? 2 mu b കിട്ടണമെങ്കിൽ മൊത്തം 6 പാർട്ടിക്കിൾസ് ആണുള്ളത്. പ്ലസ് mu b മൈനസ് mu b ആണ് പ്രൊജക്ഷൻസ്. അപ്പോൾ 2 mu b കിട്ടണമെങ്കിൽ ഡെഫിനറ്റ്ലി ഇവിടെ 2 പാർട്ടിക്കിൾസും ഇവിടെ 4 പാർട്ടിക്കിൾസും ഉണ്ടായിരിക്കണം, റൈറ്റ്? അപ്പോഴേ നമുക്ക് ടോട്ടൽ 4 mu b മൈനസ് 2 mu b ഈക്വൽ ടു 2 mu b എന്ന് കിട്ടത്തുള്ളൂ. ഇതാണ് നമ്മുടെ ഒമേഗ ഓഫ് 2 mu bയുടെ അറേഞ്ച്മെന്റ്. അതിൻ്റെ ഡിസ്റ്റിങ്വിഷബിൾ ആയതുകൊണ്ട് തന്നെ നമ്പർ ഓഫ് വൈസ് ഓഫ് ഡിസ്ട്രിബ്യൂഷൻ എന്ന് പറയുന്നത് ആക്ച്വലി 6 ഫാക്ടോറിയൽ ഡിവൈഡഡ് ബൈ 4 ഫാക്ടോറിയൽ ഇൻറ്റു 2 ഫാക്ടോറിയൽ ആയിരിക്കും. 6 ഫാക്ടോറിയൽ 4 ഫാക്ടോറിയൽ പോയി കഴിഞ്ഞാൽ ബാക്കി 4 ഇൻറ്റു 5 20 ബൈ 2 10 എന്ന് വരും, റൈറ്റ്? കറക്റ്റാണ്? അല്ല, തോന്നുന്നു. ആ, 4 വരെ പോകും. പിന്നെയുള്ളത് 5 ഇൻറ്റു 6 ബൈ 2 15. Is it correct? Yes, sir. Okay. In the same way, ഞാനൊരു ഒമേഗ ഓഫ് 6 mu b നോക്കുകയാണ്. നോക്കുക, 6 mu b കിട്ടണമെങ്കിൽ ഡെഫിനറ്റ്ലി 6 പാർട്ടിക്കിൾസ് ഇവിടെ ഇരിക്കണം. അങ്ങനെയാണെങ്കിൽ നമുക്ക് 6 mu b കിട്ടും. 6 പാർട്ടിക്കിൾസും പ്ലസ് mu b ഇരിക്കുകയാണെങ്കിൽ നമ്പർ ഓഫ് വൈസ് ഓഫ് ഡിസ്ട്രിബ്യൂഷൻ ഒന്നേ ഉള്ളൂ. 6 ഫാക്ടോറിയൽ ഡിവൈഡ് ബൈ 0 ഫാക്ടോറിയൽ ഇൻറ്റു 6 ഫാക്ടോറിയൽ. അവിടെ 6 ഇവിടെ 0 വരും, ഒന്നും ഉണ്ടാവില്ല. അപ്പോൾ 6 ഫാക്ടോറിയൽ ഡിവൈഡഡ് ബൈ 0 ഫാക്ടോറിയൽ ഇൻറ്റു 6 ഫാക്ടോറിയൽ. സോ ഇറ്റ് ഈസ് 1. ഓക്കെ, അതുകൊണ്ട് തന്നെ പി ബൈ ക്യൂ എന്ന് പറയുമ്പോൾ ഇറ്റ് ഈസ് 15/1. ഐ തിങ്ക് ഇറ്റ് ഈസ് ക്ലിയർ. നിങ്ങളിവിടെ നമ്മുടെ ഓരോ ക്വസ്റ്റ്യൻ്റെയും അപ്രോച്ചാണ് നമ്മൾ ഓർമ്മിക്കേണ്ടത്. എന്ത് അപ്രോച്ചിലാണ് നമ്മളിത് ചെയ്തു വരുന്നത്, നമ്മൾ പഠിച്ചത് എങ്ങനെയൊക്കെയാണ് നമ്മൾ ഡിസ്കസ് ചെയ്ത് കൊണ്ടുപോകുന്നത് എന്നുള്ളതാണ് നിങ്ങളിവിടെ ആലോചിക്കുക. മനസ്സിലാവുമെന്ന് പ്രതീക്ഷിക്കുന്നു. അടുത്ത ക്വസ്റ്റ്യനിലേക്ക് പോകും. Question number 25.
ഓക്കെ, ഈ ക്വസ്റ്റ്യൻ ഡിസ്കസ് ചെയ്യുന്നതിന് മുമ്പ് ഞാൻ ഒന്ന് രണ്ട് കാര്യങ്ങൾ കൂടി പറയാം. അതും കൂടെ ചേർത്ത് വെച്ച് നമുക്ക് ഈ ക്വസ്റ്റ്യൻ ഡിസ്കസ് ചെയ്യാൻ പറ്റുള്ളൂ. നമ്മളിവിടെ കുറച്ച് എനർജി ലെവൽസുകൾ പരിഗണിക്കുന്നു. ഓക്കെ, ഇങ്ങനെ കുറേ എനർജി ലെവൽസുകൾ പരിഗണിക്കുന്നു. ഇവിടെ ഞാൻ n പാർട്ടിക്കിൾസിനെ ഡിസ്ട്രിബ്യൂട്ട് ചെയ്യുന്നു. അപ്പോൾ ഇങ്ങനെയാണ് എനർജി ലെവൽസുകൾ എന്ന് നോക്കിയാൽ ε1, ε2, ε3 ഇങ്ങനെയാണ് എനർജി ലെവൽസുകൾ. അപ്പോൾ ഇവിടെ പാർട്ടിക്കിൾസ് n1, n2 എക്സെട്ര ഇങ്ങനെ പാർട്ടിക്കിൾസിനെ ഡിസ്ട്രിബ്യൂട്ട് ചെയ്യുന്നു. പ്രൊവൈഡഡ് സിഗ്മ i ni എന്ന് പറയുന്ന ടോട്ടൽ നമ്പർ ഓഫ് പാർട്ടിക്കിൾസ് ആയിരിക്കും n. ഓക്കെ, അങ്ങനെ നമ്മൾ ഡിസ്ട്രിബ്യൂട്ട് ചെയ്യുന്നു. അങ്ങനെയാണെങ്കിൽ നമ്പർ ഓഫ് വൈസ് ഓഫ് ഡിസ്ട്രിബ്യൂഷൻ എന്ന് പറയുന്നത് ഡെഫിനറ്റ്ലി ഒമേഗ ഈക്വൽസ് n ഫാക്ടോറിയൽ ഡിവൈഡഡ് ബൈ പൈ i ni ഫാക്ടോറിയൽ. ഓക്കെ, ഇതിനെ ബേസ് ചെയ്തിട്ടാണ് നമ്മൾ ഈ ഡിസ്കഷൻസ് മുഴുവനും മുന്നോട്ട് കൊണ്ടുപോകുന്നത്. n ഫാക്ടോറിയൽ ഡിവൈഡഡ് ബൈ പൈ ni ഫാക്ടോറിയൽ. എന്നാൽ നമ്മളിനി ഇങ്ങനെ അസ്യൂം ചെയ്യണം. അതായത് ഇതിൽ മാറ്റമൊന്നുമില്ല, ബേസിക് കോൺസെപ്റ്റിൽ മാറ്റമില്ല. n1 പാർട്ടിക്കിൾസ് ഇൻ എനർജി ലെവൽ E1, n2 പാർട്ടിക്കിൾസ് ഇൻ E2. അങ്ങനെയാണെങ്കിൽ ഇവിടെ നമ്പർ ഓഫ് വൈസ് ഓഫ് ഡിസ്ട്രിബ്യൂഷൻ എങ്ങനെയൊക്കെ നമുക്ക് പോസിബിലിറ്റീസ് മാറ്റി കൊണ്ടുവരാം എന്നുള്ള രീതിയിൽ നമ്മൾ ഇത്രയും നമ്പർ ഓഫ് വൈസ് ഓഫ് ഡിസ്ട്രിബ്യൂഷൻ നമ്മൾ കണ്ടു. ഓക്കെ, ഇനി ഞാൻ എന്ത് ചെയ്യുന്നു വെച്ച് കഴിഞ്ഞാൽ ഇങ്ങനൊരു ഐഡിയ കൊണ്ടുവരുന്നു. In addition to this, the ith energy level is gi-fold degenerate. ith energy level, അതായത് ഓരോ എനർജി ലെവലും അതിന് ഡീജനറസി ഉണ്ട്. ഓക്കെ, അപ്പോൾ ഞാൻ ഇങ്ങനെ പറയുന്നു, ith എനർജി ലെവൽ എന്ന് പറയുന്നത് gi-fold degenerate. ഓക്കെ, ഇതിൽ ഏതോ ഒരു എനർജി ലെവലാണ് ആക്ച്വലി ഞാൻ ith എനർജി ലെവൽ എടുക്കുന്നത്. അതിന് സം നമ്പർ ഓഫ് ഡീജനറേറ്റ് സ്റ്റേറ്റുകൾ പോസിബിൾ ആണ്. ഡീജനറേറ്റ് സ്റ്റേറ്റ് മീൻസ് കോൺസ്റ്റന്റ് എനർജി. ഡീജനറേറ്റ് സ്റ്റേറ്റ് മീൻസ് കോൺസ്റ്റന്റ് എനർജി ആൻഡ് ഡിഫറെൻറ്റ് ക്വാണ്ടം സ്റ്റേറ്റ്. ഓക്കെ, ആ ഒരു കോൺസെപ്റ്റാണ് ഡീജനറസി എന്ന് നമ്മൾ വിളിക്കുന്നത്. അപ്പോൾ ith എനർജി ലെവൽ അവിടെ ni പാർട്ടിക്കിൾസ് ഉണ്ട്, അതിന് ഡീജനറസി gi ഉണ്ട്. നമ്പർ ഓഫ് ഡീജനറസീസ് എന്ന് പറയുന്നത് gi ആണ്. ആ എനർജി ലെവലിൻ്റെ ഡീജനറസി gi ആണ്. അതിലാണ് ഈ ni പാർട്ടിക്കിൾസിനെ ഡിസ്ട്രിബ്യൂട്ട് ചെയ്തിരിക്കുന്നത്. അങ്ങനെയാണെങ്കിൽ ഈ ni പാർട്ടിക്കിൾസിനെ ഈ എനർജി ലെവൽസിൽ ഡിസ്ട്രിബ്യൂട്ട് ചെയ്യുന്നതിന് ഒരു റെസ്ട്രിക്ഷൻസും ഇല്ല. എങ്ങനെ വേണമെങ്കിലും ഇതിനകത്ത് ഡിസ്ട്രിബ്യൂട്ട് ചെയ്യാം. സ്വാഭാവികമായിട്ടും അതിൻ്റെ ഡിഫറെൻറ്റ് പോസിബിലിറ്റീസ് നമ്മൾ എടുക്കുകയാണെങ്കിൽ ഇവിടെ ഒമേഗ എന്ന് പറയുന്നത് ഇത് മാത്രമല്ല വരിക, അതിൻ്റെ കൂടെ അടുത്ത പോസിബിലിറ്റീസിനെ കൂടി നമ്മൾ കൺസിഡർ ചെയ്യണം. ഗോട്ട് മൈ പോയിന്റ്? ഇവിടെ ഇപ്പോൾ നമ്മൾ ഈ ഒമേഗ എഴുതിയിരിക്കുന്നത് ഇവിടെ ഓരോ എനർജി ലെവലിലും നമ്മൾ n1, n2, n3 എന്ന് പറഞ്ഞിട്ട് പാർട്ടിക്കിൾസിനെ ഡിസ്ട്രിബ്യൂട്ട് ചെയ്യുകയാണെങ്കിൽ അതിൻ്റെ ഡിഫറെൻറ്റ് കോമ്പിനേഷൻസ് ആണ് നമ്മൾ ഈ എഴുതിയിരിക്കുന്ന വാല്യൂ. ഇനി നമ്മൾ ഇതിനകത്തുള്ള ഓരോന്നും കയറി നോക്കുമ്പോൾ അതിന് ഡീജനറസീസ് ഉണ്ടെന്ന് വയ്ക്കുക. അങ്ങനെയാണെങ്കിൽ സപ്പോസ് ഇവിടെ 4 പാർട്ടിക്കിൾസിനെ ഡിസ്ട്രിബ്യൂട്ട് ചെയ്യുന്നുണ്ടെങ്കിൽ, ഇപ്പോൾ n1ൽ 4 പാർട്ടിക്കിൾസിനെ ഡിസ്ട്രിബ്യൂട്ട് ചെയ്യുന്നുണ്ടെങ്കിൽ അതിന് ഡീജനറസീസ് ഉണ്ടെങ്കിൽ ഈ 4 പാർട്ടിക്കിൾസിനെ തന്നെ ഇതിനുള്ളിൽ പല രീതിയിൽ വെക്കാൻ പറ്റും. ഡെഫിനറ്റ്ലി ദി നമ്പർ ഓഫ് മൈക്രോസ്റ്റേറ്റ് ഗെറ്റ് എൻഹാൻസ്ഡ്. ഓക്കെ, അങ്ങനെയാണെങ്കിൽ ഇതിനെ എങ്ങനെ കൺസിഡർ ചെയ്യും എന്നുള്ളതാണ് നമ്മൾ ഇനി ഡിസ്കസ് ചെയ്യുന്നത്. ഇപ്പോൾ ഡിസ്കസ് ചെയ്യാൻ ഉദ്ദേശിക്കുന്നത് അങ്ങനെയാണ്. ഓക്കെ, അപ്പോൾ ഞാൻ പറഞ്ഞ പോയിന്റ് ഇതാണ്. ഞാൻ ith എനർജി ലെവൽ എടുത്തു, അതിന് gi ഡീജനറസി ഉണ്ട്. ei ആണ് നമ്പർ ഓഫ് ei മീൻസ് ith എനർജി ലെവൽ. gi for degeneracies are there, ni particles are there. ഓക്കെ, ഈ niൽ ഞാനൊരു സിംഗിൾ പാർട്ടിക്കിളിനെ എടുക്കുന്നു, ഫസ്റ്റ് പാർട്ടിക്കിൾ. ആ ഫസ്റ്റ് പാർട്ടിക്കിളിനെ ഇതിനകത്ത് എത്ര രീതിയിൽ വെക്കാൻ പറ്റുമെന്ന് വെച്ച് കഴിഞ്ഞാൽ ഡെഫിനറ്റ്ലി gi രീതിയിൽ വെക്കാൻ പറ്റും. ഒന്നാമത്തെ പാർട്ടിക്കിളിനെ gi രീതിയിൽ വെക്കാൻ പറ്റും. നോ ഇഷ്യൂസ്, ദർ ഈസ് നോ റെസ്ട്രിക്ഷൻ. ഇനി രണ്ടാമത്തെ പാർട്ടിക്കിളിനെ കൊണ്ടുവരികയാണെങ്കിലോ, രണ്ടാമത്തെ പാർട്ടിക്കിളിനെ ഇവിടെ കൊണ്ടുവന്നു കഴിഞ്ഞാലും ദർ ഈസ് നോ റെസ്ട്രിക്ഷൻ. അതുകൊണ്ട് തന്നെ gi രീതിയിൽ വെക്കാൻ പറ്റും.
മൂന്നാമത്തെ പാർട്ടിക്കിളിനെ കൊണ്ടുവരികയാണെങ്കിൽ there are GI possibilities. നാലാമത്തെ പാർട്ടിക്കിളിനെ കൊണ്ടുവന്നു കഴിഞ്ഞാൽ there are GI possibilities. അപ്പോൾ there are Ni particles, which means there are GI raised to Ni ways to distribute these Ni particles in the ith energy level. Got my point? ഓരോ പാർട്ടിക്കിളിനെയും ജി ഐ രീതിയിൽ വെക്കാൻ പറ്റും. അപ്പോൾ Ni പാർട്ടിക്കിൾ വരുന്ന സമയത്ത് GI raised to Ni possibilities are there. GI raised to Ni possibilities are there. Okay, so ഇവിടെ നമ്പർ ഓഫ് വൈസ് ഓഫ് ഡിസ്ട്രിബ്യൂട്ടിങ് ഇൻ ഈച്ച് എനർജി ലെവൽ. വീണ്ടും നമ്മൾ ആ ഓരോ എനർജി ലെവലിനെയും സൂം ചെയ്യുമ്പോൾ ഡീജനറസീസ് കാണും. അപ്പോൾ ഇവിടെ 4 പാർട്ടിക്കിൾ വന്നിട്ടുണ്ടെങ്കിൽ ഇതിനുള്ളിൽ ഈ 4 പാർട്ടിക്കിളിനെ എങ്ങനെ വെക്കുമെന്ന് വെച്ചാൽ ഇറ്റ് ഈസ് GI raised to Ni. ഡെഫിനറ്റ്ലി ഒമേഗ അപ്പിയർഡ് ആസ് പ്രോഡക്ട്സ്. അതുകൊണ്ട് തന്നെ ഡീജനറസീസ് കൂടി പരിഗണിച്ചുകൊണ്ട് നമുക്ക് ഒമേഗ എഴുതാൻ പറ്റുന്നത് നമുക്ക് ഇങ്ങനെയായിരിക്കും. ഒമേഗ ഈക്വൽസ് ഇൻ ജനറൽ ഇറ്റ് ഈസ് പൈ മീൻസ് ടേക്കിംഗ് ദി പ്രൊഡക്റ്റ് n factorial divided by Ni factorial into GI raised to Ni. ഓക്കെ, നമ്മൾ ഈ ഡീജനറസീസ് ഡിസ്കസ് ചെയ്യാതെയാണ്, ഡീജനറസി ഒന്നും തന്നെ നമ്മൾ ഡിസ്കസ് ചെയ്യാതെയാണ് നമ്മൾ ഇതുവരെയുള്ള പ്രോബ്ലംസ് ഹാൻഡിൽ ചെയ്തത്. ഓക്കെ, ബട്ട് ദിസ് ഈസ് ദ ജനറൽ വേ. ഒമേഗ ഈക്വൽ n factorial by Ni factorial into GI raised to Ni. I think you got my point. അങ്ങനെയാണെങ്കിൽ ഈ ക്വസ്റ്റ്യൻ ഒന്ന് ആൻസർ ചെയ്യും. Your answer, please. ഒന്നും കിട്ടിയില്ലേ? രണ്ട് എനർജി ലെവൽസ് E1 and E2. Okay. Five distinguishable particles are distributed. There are 5 particles, distinguishable particles, with a degeneracy of 2 and 3 respectively. അപ്പോൾ ഇവിടുത്തെ degeneracy 2 ആണ്, ഇവിടുത്തെ degeneracy 3 ആണ്. Okay. Find the number of microstates with the 3 particles in E1 and 2 particles in E2. എല്ലാം തന്നിട്ടുണ്ട്. Okay, so definitely omega എന്ന് പറയുമ്പോൾ n factorial, അപ്പോൾ 5 factorial divided by ni factorial. ni factorial എന്ന് പറയുമ്പോൾ ഇവിടെ
3 factorial into 2 factorial. അടുത്തത് GI raised to NI. ഇവിടെ pi means taking the product എന്നാണ്. Pi means taking the product. Okay, so GI raised to NI. അപ്പോൾ ആദ്യത്തിൽ 2 raised to 3 into 3 raised to 2 എന്ന് വരും, റൈറ്റ്? അപ്പോൾ GI raised to NI. So 5 factorial means 1 into 2 into 3 into 4 into 5. 2 cube 8 ആണ്, 3 square 9 ആണ്, divided by 1 into 2 into 3 into 2, right? 1 into 2 into 3 പോയി, ഇവിടെ ഒരു 2 വരും. 1/8 72 into 10 720. So number of ways of distribution is 720. Am I correct? So this is the way we solving these kind of problems. Okay, മനസ്സിലാവുമെന്ന് പ്രതീക്ഷിക്കുന്നു. അപ്പോൾ ഞാൻ ഇതിവിടെ നിർത്തുകയാണ്. അടുത്ത ദിവസം നമ്മൾ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത് എൻസംബിൾ കോൺസെപ്റ്റും മൈക്രോ കനോണിക്കൽ എൻസംബിളുമാണ് ഡിസ്കസ് ചെയ്യുന്നത്. ഞാൻ ഇന്നിവിടെ സ്റ്റോപ്പ് ചെയ്യുന്നു. താങ്ക് യു.